കേരളത്തിൻ്റെ ആളോഹരി കടം 1,00,000 രൂപയാണെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അതായത് മൊത്തം ഏകദേശം 3,4 ലക്ഷം കോടി രൂപ. ആ ഡെറ്റിൻ്റെ യൂട്ടിലൈസേഷൻ ശരിയായിട്ടാണോ നടന്നിട്ടുള്ളതെന്നറിയാൻ എല്ലാവർക്കും, ജനങ്ങൾക്കെല്ലാം അവകാശമുണ്ട്. ആരും ചോദിക്കുന്നില്ലെങ്കിലും അതിൻ്റെ ഉത്തരം പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് ഇന്നത്തെ എപ്പിസോഡ് തൊട്ട് പറയാമെന്ന് ഞാൻ ഉദ്ദേശിച്ചായിരുന്നു. പക്ഷേ അതിൻ്റെ ഡേറ്റ കളക്ഷൻ കുറച്ചുകൂടെ സമയം എടുക്കുന്നതുകൊണ്ട് അടുത്ത ആഴ്ചയിൽ തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ പോലും പ്രഥമദൃഷ്ട്യാ ഒരു 1/3 താഴെയാണ് അസറ്റ് ക്രിയേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അതായത് 1,00,000 കോടി രൂപയിൽ താഴെയുള്ള ഒരു എമൗണ്ട്, ഏകദേശം 70,000 കോടി രൂപ ആണ് ഇതിനുവേണ്ടി അസറ്റ് ക്രിയേഷൻ ആണോ എന്നും അറിയത്തില്ല. ഈ തുകയിൽ എത്രമാത്രം അസറ്റ് ക്രിയേഷന് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. അതാണ് ഞാൻ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ അതിൻ്റെ വിശദാംശങ്ങൾ അവതരിപ്പിക്കാം. ഈ ഡേറ്റ അനാലിസിസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഡേറ്റയുടെ ബാഹുല്യം കൊണ്ടാണ് ഇതിന് അനാലിസിസിന് താമസം വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഡേറ്റയുടെ ബാഹുല്യം കൂടുമ്പോൾ നമ്മുടെ ഫോക്കസ് ശരിയല്ലെങ്കിൽ വെറുതെ സമയം വേസ്റ്റ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. സർക്കാർ ഓഫീസുകളിൽ പലയിടത്തും അതാണ് നടക്കുന്നത്. ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, പീപ്പിൾ ലൂസ് സൈറ്റ് ഓഫ് ദ വുഡ്സ് ഫോർ ദ ട്രീസ്. അതായത് ഓരോ മരങ്ങളെ നോക്കി നടക്കുമ്പോൾ മൊത്തം കാടിനെ പറ്റിയുള്ള ഫോറസ്റ്റിനെ പറ്റിയുള്ള ഒരു മൊത്തം കാഴ്ചപ്പാട്, പരിസ്ഥിതിയെ പറ്റിയുള്ള ഒരു മൊത്തം കാഴ്ചപ്പാട് നമുക്ക് നഷ്ടപ്പെടുന്നു. പരറ്റോ പ്രിൻസിപ്പിൾ എന്നൊരു പരറ്റോ എന്നൊരു ആൾ ഡെവലപ്പ് ചെയ്ത ഒരു പ്രിൻസിപ്പിളാണ്. അത് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റിലാണ് പ്രധാനമായിട്ടും അദ്ദേഹം ഡെവലപ്പ് ചെയ്ത്. അതിൻ്റെ വേറൊരു പേര് 80-20 പ്രിൻസിപ്പിൾ എന്നാണ്. മെറ്റീരിയൽസ് മാനേജ്മെൻറ്റിൽ ഇൻവെൻട്രിയിൽ 20% വാല്യൂ 80% ആണ്. 80% വാല്യൂ 20% ആണ്. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലും 20% ഓഫ് ദ സ്റ്റാഫ് ഡു 80% ഓഫ് ദ വർക്ക്. പിന്നെ ഇൻകം ടാക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും 20% ഓഫ് ദ ടാക്സ് പേയേഴ്സ് പേ 80% ഓഫ് ദ ടാക്സ്. ക്രിമിനൽസ് 20% ഓഫ് ദ ക്രിമിനൽസ് commit 80% of the crime. 20% of the drivers cause 80% of the accidents. അങ്ങനെ പോകുന്നു. 80-20 പ്രിൻസിപ്പിൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അപ്ലൈ ആവുന്ന ഒരു സ്ഥിതിയാണ്. അവിടെയാണ് അനലിറ്റിക്കൽ എബിലിറ്റിയുടെ ആവശ്യം നമുക്ക്. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അത് ആവശ്യമാണ്. അതിലും പ്രത്യേകിച്ച് സിവിൽ സർവീസ് ഓഫീസേഴ്സിന് അത് ആവശ്യമാണ്. അനലിറ്റിക്കൽ എബിലിറ്റി ഈ 20% പെട്ടെന്ന് വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവ്, നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് അതിലായിരിക്കണം. ഈ അനലിറ്റിക്കൽ എബിലിറ്റിയുടെ അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് UPSCയുടെ സിവിൽ സർവീസ് എക്സാമിൽ തന്നെ ഇപ്പോൾ അതിന് ഊന്നൽ നൽകി ഉള്ള ടെസ്റ്റുകളാണ്
നടക്കുന്നത്. നേരത്തെയൊക്കെ സബ്ജക്ട്സിനായിരുന്നു, ഓപ്ഷണൽ സബ്ജക്ട്സിനൊക്കെ ആയിരുന്നു ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഈ അനലിറ്റിക്കൽ എബിലിറ്റിക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. അത് കണ്ടുപിടിക്കാനാണ് ഊന്നൽ നൽകുന്നത്. അതായത് സിവിൽ സർവൻസ് മൊത്തത്തിലും പൊതുവേ ഹയർ സിവിൽ സർവൻസും, അതായത് IAS, IPS, സെൻട്രൽ സർവീസസ്, ഇതിലൊക്കെയുള്ളവർ ദേ ഷുഡ് ബി യൂസിങ് ദി ടെലസ്കോപ്പ് മോർ ദാൻ ദ മൈക്രോസ്കോപ്പ്. വിശദാംശങ്ങളിൽ പെട്ട് ഉഴലാതെ വലിയ വലിയ ാണ് അവരുടെ ചിന്ത പോകേണ്ടത്. അതിനെപ്പറ്റി വിശകലനം നടത്തേണ്ടത്. ഈ വലിയ വലിയ കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവരുടെ വിജയം. അങ്ങനെ ടെലസ്കോപ്പ് ഉപയോഗിച്ച സാധാരണക്കാർ മരത്തിൽ കണ്ടത് മാനത്ത് കണ്ട ഒരു ഉദ്യോഗസ്ഥനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. പേര് സുബുർ റഹ്മാൻ. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, IAS. ഞാനും ആ സർവീസിൻ്റെ ഒരു മെമ്പറായിരുന്നു. IASലെ ഒരു ഇപ്പോഴും വർക്ക് ചെയ്യുന്ന AG ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളാണ് സുബുർ റഹ്മാൻ. മലയാളിയാണ്. അദ്ദേഹം ടെലസ്കോപ്പ് ഉപയോഗിച്ച് മാനത്ത് കണ്ടു. എന്ത് കണ്ടു? സ്പെക്ട്രം. അമൂല്യമായ സ്വത്താണ്, ജനങ്ങളുടെ അമൂല്യമായ സ്വത്ത് ആണ് അതെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനാണ് ഉണ്ടായത്. ആദ്യം 1994-95 ഗവൺമെൻറ് ടെലികോം പോളിസി ലിബറലൈസ് ചെയ്തപ്പോൾ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇതിനകത്ത് ഈ സ്പെക്ട്രം യൂസിൽ വന്നു. അങ്ങനെയാണ് BSNL, അതുവരെ BSNL മാത്രമായിരുന്നിടത്ത് മറ്റ് പ്രൈവറ്റ് സെക്ടർ ആൾക്കാരും വന്നു തുടങ്ങിയത്. റിലയൻസ്, വോഡഫോൺ, ഐഡിയ, അങ്ങനെയുള്ള എല്ലാവരും വന്നു തുടങ്ങിയത് ആ സമയത്ത് തൊട്ടാണ്. അങ്ങനെ വന്നപ്പോൾ ജനങ്ങളുടെ സ്വത്തായ സ്പെക്ട്രത്തിന് അതങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റുകയല്ലോ. അതിനൊരു വില നിശ്ചയിക്കണ്ടേ? വില നിശ്ചയിച്ചില്ല, ശരിയായിട്ടുള്ള രീതിയിലല്ല വില നിശ്ചയിച്ചത്. അന്നത്തെ കാലത്ത് അതിന് പറയുന്ന ഫാഷൻ പരേഡെന്ന 22 സർക്കിൾസിലും ഫാഷൻ പരേഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പ്രൊജക്റ്റ് ചെയ്യുന്ന ഇതിനെപ്പറ്റിയുള്ള ഐഡിയാസ് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് പ്രൈവറ്റ് പാർട്ട്നേഴ്സ്, പ്രൈവറ്റ് എൻ്റർപ്രൈസസ് അവർ ഇതിനുവേണ്ടി ബിഡ് ചെയ്യുന്നു. അതിന് ബേസിസ് ഒന്നുമില്ല, ലോജിക്കൊന്നുമില്ല. അവർക്ക് തോന്നുന്ന എമൗണ്ട് കോട്ട് ചെയ്ത് അങ്ങനെ ഒരു ഫാഷൻ പരേഡ് പോലെ ആയി. ഒരു തരം പ്രഹസനം എന്ന് തന്നെ വേണേൽ പറയാം. അതിനകത്തൊരു പോളിസിയും ഇല്ലായിരുന്നു. അങ്ങനെ വന്നപ്പം ഭീമമായ നഷ്ടം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയതും സുബുർ റഹ്മാൻ തന്നെ. അദ്ദേഹം അന്നുവരെ PNT ഓഡിറ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്ന, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഓഡിറ്റ്. അതിൻ്റെ സീനിയർ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറൽ ആയിരുന്നപ്പോൾ അദ്ദേഹം ആണ് ആ ഓഡിറ്റ് റിപ്പോർട്ട് എഴുതിയത്. അതായത് 2G സ്പെക്ട്രം ഓഡിറ്റ് റിപ്പോർട്ട് എഴുതിയത് സുബുർ റഹ്മാനാണ്. അതിൽ കൂടെയാണ് 1,76,000 കോടിയുടെ നഷ്ടം കണ്ടെത്തിയത്. അതിനുശേഷം റിപ്പോർട്ട് വന്നതിന് ശേഷം ഓഡിറ്റിൻ്റെ ഇൻസ്റ്റൻസിൽ തന്നെ ഓപ്ഷൻ നടത്തിയാണ് പിന്നീട് 3G സ്പെക്ട്രത്തിൻ്റെ ഇത് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ നടന്നത്. ഓപ്ഷൻ വഴിയാണ്.
ഓപ്ഷൻ നടത്തുന്നവരെയുള്ള കിട്ടിയതിൻ്റെ തുകയിലുള്ള കുറവാണ്. ഓപ്ഷൻ ഇത് കമ്പയർ ചെയ്ത് കിട്ടിയ എമൗണ്ടാണ് 1,76,000 കോടി രൂപ. അതുകൂടാതെ അതുകൊണ്ടും തീരുന്നില്ല. സുബൂർ റഹ്മാൻ്റെ കോൺട്രിബ്യൂഷൻസ് ഈ പ്രൈവറ്റ് സെക്ടറുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് റവന്യൂ ഷെയറിംഗ് ആയിരുന്നു. ജനങ്ങളുടെ സ്വത്തായ സ്പെക്ട്രം യൂസ് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് കിട്ടേണ്ട, ഗവൺമെൻറ്റിന് കിട്ടേണ്ട ഡ്യൂ അത് എത്ര 6% ഓഫ് ദ ഗ്രോസ് റവന്യൂ ഗവൺമെൻറ്റിന് കിട്ടണമെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയുണ്ടായി. അത് ശരിയായിട്ടാണോ തരുന്നതെന്ന് അറിയാൻ മാർഗമൊന്നുമില്ല. കാരണം പ്രൈവറ്റ് സെക്ടർ ഓഡിറ്റ് CAGക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്തു വന്നാലും 2010 തുടങ്ങി പ്രൈവറ്റ് സെക്ടർ ഓഡിറ്റ്. അതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്തത് ഈ സുബൂർ റഹ്മാൻ തന്നെയാണ്. 2010 ഓഡിറ്റ് തുടങ്ങി പ്രൈവറ്റ് സെക്ടർ, റിലയൻസിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ഇതിനകത്തെ പ്ലെയേഴ്സ് അവരുടെ എല്ലാം ഓഫീസുകളിൽ അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അവർ സത്യം പറഞ്ഞാൽ വരണ്ടു, CAGയുടെ ഓഡിറ്റല്ലേ. അങ്ങനെ അവർ കോടതിയെ സമീപിച്ചു. കോടതി, ഡൽഹി ഹൈക്കോർട്ട് കോടതി 2013 ഒരു ജഡ്ജ്മെൻറ്റിൽ, അവരുടെ ജഡ്ജ്മെൻറ്റിൽ CAGയുടെ നിലപാട് ശരിവയ്ക്കുകയാണ് ഉണ്ടായത്. ജനങ്ങളുടെ സ്വത്താണ് സ്പെക്ട്രം, പൊതുസ്വത്താണ്. അപ്പോൾ അതിൻ്റെ ഷെയർ ജനങ്ങൾക്ക് കിട്ടുമെന്ന് മാത്രമല്ല, ശരിയായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ CAGക്ക് അധികാരമുണ്ടെന്നുള്ളത് പറഞ്ഞത് ഒന്ന് വിധിന്യായത്തിൽ 2013 ഇറങ്ങിയ വിധിന്യായത്തിൽ വിശദമായിട്ട് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്ന് തുടങ്ങി ഇന്ന് വരെ റിലയൻസ് ഉൾപ്പെടെയുള്ള പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ഇക്കാര്യത്തിലുള്ള ഓഡിറ്റ് CAG ആണ് ചെയ്യുന്നത്. ഇപ്പോൾ അതൊരു റെഗുലർ സംഭവമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഓർക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ മാത്രം സ്വന്തം ബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങൾ വെച്ച് ഗവൺമെൻറ്റിന് എന്തുമാത്രം ഇതുവഴി, ഈ ഓഡിറ്റ് വഴി ഗവൺമെൻറ്റിന് കോടാനുകോടി രൂപയുടെ നേട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരാൾ വിചാരിച്ചപ്പോൾ ഇത്രയൊക്കെ സാധിച്ചു. അനലിറ്റിക്കൽ എബിലിറ്റി, ഇമാജിനേഷൻ ഇതെല്ലാം ഉള്ളതുകൊണ്ട്. സിവിൽ സർവീസ് ആസ്പിരൻസ് മാത്രമല്ല, സിവിൽ സർവീസിലെ യങ്ങർ മെമ്പേഴ്സും ഒക്കെ അവർക്കെല്ലാം സുബൂർ റഹ്മാൻ ഒരു മാതൃകയാണെന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. അവിടെ മാത്രമല്ല, സുബൂർ റഹ്മാൻ്റെ കോൺട്രിബ്യൂഷൻ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ലാൻഡ് കമ്മീഷണറായിരുന്നപ്പം അവിടുത്തെ ലാൻഡ് മൊത്തം ഒരു മഫിയയുടെ കൺട്രോളിലായിരുന്നു. അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, കറപ്ഷൻ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. സുബുവിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പലരും കുറേയൊക്കെ ഇടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്തു. എന്നാലും വീണ്ടും തിരിച്ചു വരുന്നുണ്ടായിരുന്നു. സുബു ബുദ്ധി ഉപയോഗിച്ച് ഇഡ്ഡലീസ് എന്ന പേരിലുള്ള ഒരു പ്രോഗ്രാം, കമ്പ്യൂട്ടർ പ്രോഗ്രാം തന്നെ ചെയ്തു. ഇൻ്റഗ്രേറ്റഡ് ഡിസ്പോസൽ ഓഫ് ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റംസ്. അത് കാരണം അത് DDA ഉപയോഗിക്കാൻ തുടങ്ങി. അത് കാരണം ഇപ്പോൾ ഡൽഹിയിലുള്ള ആർക്ക് വേണമെങ്കിലും, അല്ല വെളിയിലുള്ളവർക്കാണെങ്കിലും ഡൽഹിയിലെ ലാൻഡ് വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷനും മ്യൂട്ടേഷനും എല്ലാം വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ്
അപ്പം മാഫിയ, ഡൽഹിയിലെ ലാൻഡ് മാഫിയ പാരലൈസ്ഡ് ആയിപ്പോയി. ഇനി ഇടിച്ചു പൊളിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ വാല്യൂ, ആ സിസ്റ്റത്തിൻ്റെ വാല്യൂ ഏകദേശം 300 കോടി രൂപയാണെന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അത് DDAക്ക് അദ്ദേഹം വെറുതെ കൊടുത്തു. അപ്പോൾ എന്തെല്ലാം സാധ്യതകളാണ് നമുക്ക് ചിന്താശക്തി ഉണ്ടെങ്കിൽ, ഭാവനയുണ്ടെങ്കിൽ. ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കഥയോർക്കുന്ന. ഒരു രാജാവ് മരിക്കാറായപ്പോൾ സ്വന്തം മകനെ, രാജകുമാരനെ രാജാവാക്കാൻ വേണ്ടി അതിനോടകത്ത് ട്രെയിൻ ചെയ്തിരുന്നു. മരിക്കാറായപ്പം ആകുന്നതിന് മുമ്പ് മകനെ വിളിച്ചു പറഞ്ഞു, മോനെ നീ ഫോറസ്റ്റിലൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് ദിവസം അവിടെ സ്പെൻഡ് ചെയ്ത് പരിതസ്ഥിതി എങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി വരുമെന്ന് പറഞ്ഞു. ഫോറസ്റ്റിലൊക്കെ പോയി. അത് കഴിഞ്ഞ് അവൻ വന്നപ്പം, രാജകുമാരൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, നീ എന്തെല്ലാം കണ്ടു, എന്തെല്ലാം കേട്ടു? അപ്പം രാജകുമാരൻ പറഞ്ഞു, പിതാവേ, ഞാൻ മൃഗങ്ങളുടെ അലർച്ച കേട്ടു, പക്ഷികൾ ചിലയ്ക്കുന്നത് കേട്ടു, കാട്ടരുവികൾ ഒഴുകുന്ന ശബ്ദം കേട്ടു, അങ്ങനെ പലതും കേട്ടു. ഓഹോ, അത്രയേ കേട്ടുള്ളൂ ഇല്ലേ? പോരാ, ഇനിയും പോകണം എന്ന് പറഞ്ഞ് വിട്ടു കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് രാജകുമാരൻ തിരിച്ചെത്തിയപ്പോൾ, നീ വീണ്ടും പോയിട്ട് എന്തെല്ലാം കണ്ടു, എന്തെല്ലാം കേട്ടു? പിതാവേ, ഞാൻ പ്രഭാതം പൊട്ടിവിടരുന്ന ശബ്ദം കേട്ടു, പൂക്കൾ വിടരുന്ന ശബ്ദം കേട്ടു, പൂക്കളിൽ തേനൂറുന്ന ശബ്ദം കേട്ടു. പിതാവ് സന്തുഷ്ടനായി, രാജാവ് സന്തുഷ്ടനായി. രാജാവ് പറഞ്ഞു, മോനെ, നീ മറ്റുള്ളവർ കാണാത്തത് കാണാനും മറ്റുള്ളവർ കേൾക്കാത്തത് കേൾക്കാനും ഉള്ള ക്രാന്തദർശിത്വം ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിനക്കിനിയും രാജ്യം ഭരിക്കാം. അങ്ങനെ ഭരണാധികാരികൾ ആകാൻ ശ്രമിക്കണമെന്നുള്ള ഒരു ഉദ്ബോധനത്തോടുകൂടി ഞാൻ എൻ്റെ ഇന്നത്തെ ടോക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.